പുതുപുത്തൻ വസ്ത്രങ്ങളുടെ വിസ്മയിപ്പിക്കുന്ന ശേഖരവുമായി ആയൂർ കൊട്ടാരക്കര റോഡിൽ ലാവിഷ് ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ്സ് എന്ന പേരിൽ ഒരു സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. നമസ്കാരം, ട്രൂത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ചടയമംഗലത്ത് ഗ്രീൻഫീൽഡ് ഹൈവേ ഓഫീസ് കോൺഗ്രസ് ഉപരോധിച്ചു. ദേശീയപാത പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ തഹസീൽദാർ ഓഫീസ് ചടയമംഗലത്ത് ആരംഭിക്കണം എന്ന ആവശ്യം ശക്തമാകുന്നു. ചടയമംഗലം, ഇട്ടിവ, നിലമേൽ വില്ലേജുകളിലൂടെയാണ് ഈ പാത കടന്നു പോകുന്നത്. ഭൂവുടമകൾക്ക് ഭൂമി ഏറ്റെടുത്ത് നഷ്ടപരിഹാരം നൽകുന്നതിനും മറ്റ് നിയമപരമായ ആവശ്യങ്ങൾക്കും ഉപകരിക്കേണ്ട ഓഫീസ് ആരംഭിച്ചത് കൊട്ടാരക്കരയിലാണ്. ഏറെ പ്രതിഷേധത്തിനൊടുവിലാണ് ചടയമംഗലത്ത് ക്യാമ്പ് ഓഫീസ് തുറക്കാൻ തീരുമാനിച്ചത്. കൊട്ടിഘോഷിച്ച് 4ഓളം ജീവനക്കാരെ വെച്ച് മന്ത്രി ഉദ്ഘാടനം ചെയ്ത ക്യാമ്പ് ഓഫീസ് പ്രവർത്തനം ഇപ്പോൾ മന്ദഗതിയിലാണെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. വാഗ്ദാനങ്ങൾ പാലിക്കാത്ത ചിഞ്ചു റാണി രാജിവെക്കൂ, വാഗ്ദാനങ്ങൾ പാലിക്കാത്ത കടകളുടെ പറ്റിക്കുന്ന ചിഞ്ചു റാണി രാജിവെക്കൂ. ഈ ഓഫീസ് ആഴ്ചയിൽ 2 ദിവസം മാത്രമാണ് ഇപ്പോൾ തുറന്ന് പ്രവർത്തിക്കുന്നത്. ഒരു ജീവനക്കാരൻ മാത്രമാണ് ഇവിടെ ഉള്ളത്. മറ്റു 3 ജീവനക്കാരെ കൊട്ടാരക്കരയിലേക്ക് സ്ഥലം മാറ്റി. നിലവിലുള്ള ജീവനക്കാരന് അപേക്ഷകൾ വാങ്ങിവെക്കുവാനുള്ള അധികാരം മാത്രമാണുള്ളത്. ഇതുമൂലം വസ്തു നഷ്ടപ്പെടുന്നവർക്ക് വിവിധ ആവശ്യങ്ങൾക്ക് കൊട്ടാരക്കരയിലെ സ്പെഷ്യൽ തഹസീൽദാർ ഓഫീസിലേക്ക് പോകേണ്ടുന്ന അവസ്ഥയാണ്. നേരത്തെ ആദ്യം ഇത് ചർച്ച നടന്നപ്പോൾ അന്ന് മന്ത്രി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് ഈ എല്ലാ സ്പെഷ്യൽ തഹസീൽദാർ ഓഫീസായിട്ട് തന്നെ ചടയമംഗലം തുടങ്ങാമെന്നായിരുന്നു പറഞ്ഞത്. പിന്നീട് ഇവിടെ പൂർണ്ണ മുതൽ പ്രവർത്തിച്ചിട്ടുള്ള ഓഫീസാണ് ഇപ്പോൾ ആഴ്ചയിൽ 1 ദിവസം. അത് നിലവിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്മാരെല്ലാം വെട്ടിക്കുറച്ചുകൊണ്ട് അപ്പൊ എനിക്ക് സാർ മാത്രമേ നിലവിലുള്ള ക്യാമ്പ് ഓഫീസിൽ കൂടുതൽ ഉദ്യോഗസ്ഥരെ വെച്ച് എല്ലാ ദിവസവും തുറന്ന് പ്രവർത്തിപ്പിക്കണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. ഭൂമി ഏറ്റെടുക്കുന്നത് നമുക്കറിയാം ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെയും നിലമേൽ ഗ്രാമപഞ്ചായത്തിലെയും ഇട്ടിവ ഗ്രാമപഞ്ചായത്തിലെയുമാണ്. ഈ 3 പഞ്ചായത്തിലൂടെയാണ് ദേശീയപാത കടന്നു പോകുന്നത്. അന്ന് ഇതേപോലെ കോൺഗ്രസ് പ്രക്ഷോഭരംഗത്തേക്ക് ഇറങ്ങിയ ഒരു അവസരത്തിലാണ് ഇതിന്റെ ഒരു ക്യാമ്പ് ഓഫീസ് എങ്കിലും ചടയമംഗലം തുടങ്ങാൻ ബന്ധപ്പെട്ട മന്ത്രി തയ്യാറായത്. അന്ന് ചടയമംഗലം ജംഗ്ഷനിൽ ഓഫീസ് തുടങ്ങിയപ്പോൾ 3-4 സ്റ്റാഫുകൾ വെച്ച് തുടങ്ങിയ ഓഫീസ് അതിന്റെ ദൈനതയാണ് ഇന്ന് നമ്മൾ കണ്ടത്. ഇന്ന് ഒരു ജീവനക്കാരൻ മാത്രമാണ് ഈ ഓഫീസിലുള്ളത്. യാതൊരു നടപടിയും എടുക്കുവാൻ ഒരു അധികാരവും ഇല്ലാത്തൊരു ജീവനക്കാരനെ വെച്ചുകൊണ്ടാണ് ഈ ക്യാമ്പ് ഓഫീസ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അത് മാത്രമല്ല, ആഴ്ചയിൽ 2 ദിവസം മാത്രമാണ് ഈ ഓഫീസിന്റെ പ്രവർത്തനം. ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം ഷട്ടർ അടച്ച് ഇട്ടിരിക്കുന്ന അവസ്ഥയിലാണ്. ഞങ്ങളുടെ കോൺഗ്രസിന്റെ ആവശ്യം എന്ന് പറയുന്നത് കൊട്ടാരക്കരയിൽ പ്രവർത്തിക്കുന്ന സ്പെഷ്യൽ തഹസീൽദാർ ഓഫീസ്, ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടിയുള്ള ലാൻഡ് അക്വിസിഷന്റെ സ്പെഷ്യൽ തഹസീൽദാർ ഓഫീസ് ചടയമംഗലത്തേക്ക് മാറ്റി സ്ഥാപിക്കണം. എന്നാൽ മാത്രമേ ഇവിടെ ആയിരക്കണക്കിന് ആളുകൾ ഈ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ദുരിതത്തിലാണ്. ഇവർക്ക് വില്ലേജിൽ നിന്നോ പഞ്ചായത്തിൽ നിന്നോ ഏതെങ്കിലും ഒരു വസ്തുവിന്റെ കരമടയ്ക്കുന്നതിനോ അതുപോലെ ഒരു ബിൽഡിംഗ് വയ്ക്കുന്നതിനോ ചെന്ന് കഴിഞ്ഞാൽ അവർ അപ്പോൾ തന്നെ പറയുന്നത് നാഷണൽ ഹൈവേയുടെ പേപ്പർ കൊണ്ടുവന്നാൽ മാത്രമേ, അതിന്റെ NOC കൊണ്ടുവന്നാൽ മാത്രമേ അനുവദിക്കൂ എന്നുള്ളതാണ്. അപ്പോൾ ഇതിന്റെ ഓഫീസ് പൂർണ്ണമായും ചടയമംഗലത്തേക്ക് മാറ്റി സ്ഥാപിക്കുന്നവരെ ശക്തമായ സമരപരിപാടികളുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് പോകും. ഈ വിഷയത്തിൽ മന്ത്രിയുടെ അനാസ്ഥയ്ക്കെതിരെയാണ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ക്യാമ്പ് ഓഫീസ് ഉപരോധിച്ചത്. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി സമരക്കാരുമായും ചാർജുള്ള തഹസീൽദാരുമായും സംസാരിച്ചു. കൂടുതൽ ജീവനക്കാരെ നിയമിച്ച് ക്യാമ്പ് ഓഫീസ് പ്രവർത്തനം കാര്യക്ഷമമാക്കുമെന്നും മറ്റ് വിഷയങ്ങൾ പരിഹരിക്കാൻ നടപടികൾ സ്വീകരിക്കാമെന്നുമുള്ള തഹസീൽദാരുടെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധം അവസാനിപ്പിച്ചു. ഉപരോധ സമരത്തിന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് AR റിയാസ് അധ്യക്ഷത വഹിച്ചു. DCC അംഗം VO സാജൻ സമരം ഉദ്ഘാടനം ചെയ്തു. KG സാബു മുഖ്യ പ്രഭാഷണം നടത്തി. നേതാക്കളായ വടക്കതിൽ നാസർ, കേട്ടിടത്തിൽ ശ്രീകുമാർ, ഭുവനേന്ദ്രൻ പിള്ള, വിളക്കുപാറ രത്നാകരൻ, ബിജുകുമാർ, അമ്പലത്തിൽ നസീം, പുള്ളിപ്പച്ച സലാഹുദ്ദീൻ, ഉണ്ണികൃഷ്ണൻ, പുളിമൂട്ടിൽ രാജൻ, ശിവദാസൻ, ഷൈജു, നവാസ്, പ്രമഥൻ തുടങ്ങിയവർ സംസാരിച്ചു. ട്രൂത്ത് വിഷൻ ന്യൂസ്, ചടയമംഗലം.